സത്യം പറയാമല്ലോ, ഇപ്പോഴും ആ വേസ്റ്റ് ഭദ്രമായി തന്നെ ആ സ്ഥാപനത്തിൽ ഇരിപ്പുണ്ട്. ഇത് ചന്തയല്ല. ഏതായാലും വേസ്റ്റുകൾ ഇങ്ങനെ കളയാൻ പറ്റാതായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിലും വലിയ കടുങ്കൈ ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശുചിത്വ കേരള പ്രസിഡന്റ് ശ്രീ സുജിത് സാറിനെ ക്ഷണിക്കുന്നു. നമ്മള് ശുചിത്വം എന്ന് പറഞ്ഞ് ചുമ്മാ കാട് കയറിയിട്ട് കഥയില്ല. വീട്ടിൽ ശുചിത്വം ഉണ്ടെങ്കിലേ ഉള്ളൂ നാട്ടിൽ ശുചിത്വം ഉണ്ടാകത്തുള്ളൂ. നാട്ടിൽ ശുചിത്വം ഉണ്ടെങ്കിലേ ഉള്ളൂ സമൂഹത്തിൽ ശുചിത്വം ഉണ്ടാകത്തുള്ളൂ. ഈ പിന്നെ വൃത്തിയാകുന്നതിന് ഏതാണ്ട് പറയുമല്ലോ ശുചിത്വം. ആ ഇതുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ദിവസം 5 നേരം കുളിക്കുന്ന ഒരാളാണ്. അമ്മയാണ് 5 നേരം കുളിക്കുന്നത്. എന്നിട്ടൊരുമാതിരി കിടമ്പ് നാട്ടം ഉണ്ടല്ലോ. അത് സാറിട്ടിരിക്കുന്ന കോട്ടിൻ്റെയാണ്. മണത്ത് വയ്ക്കത് ആ മണമാണ് ഇങ്ങോട്ടും അടിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ 5 നേരം കുളിച്ചെങ്കിലേ നമ്മൾക്ക് വൃത്തി ഉണ്ടാകത്തുള്ളൂ, ശുചിത്വം ഉണ്ടാകത്തുള്ളൂ. ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ശുചിത്വമാണ്. സുഹൃത്തെ ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ, ശുചിത്വമാണ് നമുക്ക് അത്യാവശ്യമായ ഘടകം. എന്റെ അച്ഛൻ ഈ വിദിനത്തിൽ 96 വയസ്സാണ്. 96 നടപ്പാണ് അച്ഛൻ. നടപ്പാണോ അതോ കിടപ്പാണോ? നടപ്പാണ്. വൈകിട്ടൊന്നയാൾ മയങ്ങും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ 96-ാമത്തെ വയസ്സിലും അച്ഛൻ 4 പ്രാവശ്യം 5 പ്രാവശ്യം കുളിക്കും. ഈ 96-ാമത്തെ വയസ്സിലും ഞാൻ എതിർക്കാൻ പോകില്ല. എന്നെ കുളിപ്പിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും അച്ഛൻ. ശുചിത്വം നമ്മുടെ വീട്ടിൽ അത്യാവശ്യ ഘടകമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അച്ഛൻ 5-ാം പനി വെട്ടി കിടപ്പായിരുന്നു കേട്ടോ. കുളിക്കാതെ അച്ഛൻ മാറിയിരിക്കുന്നു. അച്ഛന് വെള്ളം ചെന്താൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാൽ പറ്റില്ല, നമ്മുടെ കുടുംബത്തിൽ ശുചിത്വം വേണമെങ്കിൽ അച്ഛൻ കുളിക്കണം. ഞാൻ ഒരു ബക്കറ്റ് നല്ല തണുത്ത വെള്ളം, ഐസ് വെള്ളം എടുത്ത് അച്ഛൻ്റെ തലവഴി കോഴി അങ്ങ് ഒഴിച്ച് കുളിപ്പിച്ചങ്ങ് മാറ്റിയിരുത്തി. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിപ്പം ഈ കഴിഞ്ഞ ആഴ്ച അച്ഛൻ്റെ കർമ്മം അങ്ങ് ചെയ്തു. കുളിപ്പിച്ച് കൊച്ചില്ലാന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അച്ഛനില്ലാന്ന് കേൾക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വളരെ തന്ത്രപരമായി കുടുംബത്തുള്ള ഒരു വലിയ വേസ്റ്റിനെ ഒഴിവാക്കി, അത്ര തന്നെ. എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ശുചിത്വ ബോധം വേണം. ശുചിത്വ ബോധത്തിനായി വേണ്ടി വന്നാൽ നമുക്ക് പ്രായമായ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഈ വിഷയത്തെ കുറിച്ച് നരകപിതാവിന് എന്താണ് പറയുക? നഗരപിതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് അവരുടെ നേർക്ക് നേരെ നിന്ന് അവർക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത നമ്മുടെ നേതാവിനില്ലേ? പറയൂ, എന്താണ് ഇതിനെക്കുറിച്ച്? അല്ല, ഞാനിപ്പോ ഇത്രയും നേരം നിങ്ങളിവിടെ ചർച്ച ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നത്, എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛന്റെ കുളിയോടാണ് യോജിക്കാൻ പറ്റുന്നത്. അതല്ല, പിന്നെ നമ്മൾ ഈ വേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയുടെ പ്രശ്നമാണ്, അല്ലാതെ ഇത് വേറൊന്നുമല്ല. അത് കറക്റ്റാണ്. ഈ നഗരപിതാവ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാര്യം കേരളത്തിന്റെ ഭൂപടം തന്നെ ഒരു പാവയ്ക്ക പോലെയാണല്ലോ കിടക്കുന്നത്. ഈ പാവയ്ക്ക ചീഞ്ഞാലും ഇവിടെ മണം ഉണ്ടാകും, ശുചിത്വമില്ലായ്മ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ കുറിച്ച് പഠനം നടക്കട്ടെ. ഞാൻ തന്നെ സുഹൃത്തെ അല്ല അതെ അല്ല അതെ അതെ നിങ്ങളെ വോട്ട് നിന്ന് ജയിപ്പിച്ചത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കും, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ശരിയാണോ? നിർത്ത്. അവർ ചോദിക്കുന്നത് ശരിയല്ലേ സാർ? ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ഈ വിഷയങ്ങൾ പഠിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. ഇത്രയും കാലമായിട്ട് നിങ്ങൾ പഠിച്ചു തീർന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ചുമ്മാ എടുത്തു ചാടിയിട്ട് കാര്യമില്ല. ഹരിചന്ദ്രൻ, അവര് പറയുന്നതിന് കാര്യമുണ്ട്. മനുഷ്യനെ വേസ്റ്റിന്റെ സ്മെല്ല് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂക്കിന്റെ നാസോദാരം. മൂക്കിനകത്ത് എവിടെയാണോ നാസരം? ഇയാളൊന്നും ഉണ്ടായിരിക്കും. നാസരല്ല, നാസോദാരം. ആരെല്ലാം അവന് പറയാറില്ല. വ്യക്തമായില്ല, അതാണ്. അടുത്ത റൗണ്ടിൽ പറയാം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, നമ്മൾ ശുചിത്വമാണ് നമുക്ക് ആവശ്യം. ശുചിത്വമാണ്. ഈ സർക്കാർ ഈ ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് മേളിലേക്ക് വിടുമല്ലോ, അത് നിർത്തണം. കാര്യം റോക്കറ്റ് മേളിൽ ചെല്ലുന്നവർ അവിടെ നിന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന താഴെ നിൽക്കുന്ന നമ്മുടെ ദേഹത്തല്ലേ വീഴുന്നത്, അല്ലേ? അതെ അതെ. പിന്നെ നിങ്ങൾ അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതെല്ലാം കൂടെ പറഞ്ഞോട്ട് ഇതെല്ലാം കൂടെ നഗരസഭ ഏറ്റെടുക്കണമെന്ന് നടക്കുന്ന കേസല്ല. പിന്നെ ഞങ്ങൾ ഏണി വെച്ച് മേളിൽ ചെന്ന് റോക്കറ്റ് ഇരിക്കുന്ന അവരോട് പറയണം, നിങ്ങൾ താഴോട്ട് പുള്ളരുന്ന്.
പിന്നെ അല്ല പിന്നെ അയാൾ പറയുന്നത് അയാൾ സാർ എന്ത് വിട്ടിത്തരമാണ് പറഞ്ഞത്? എന്താ സാർ? സാർ ഈ റോക്കറ്റ് മലമൂത്ര വിസർജനം നടത്തിയാൽ അത് എങ്ങനെ താഴോട്ട് വരും? എന്ത് വീഴും. അത് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളുണ്ട് സുഹൃത്തെ. എന്ത് ശാസ്ത്രീയ വശമാണ്? റോക്കറ്റ് ഇങ്ങനെയാണ് പൊക്കോണ്ടിരുന്നതെങ്കിൽ വീഴില്ല. അതൊക്കെ ഞാൻ നിങ്ങൾ പറയുന്ന അംഗീകരിക്കുന്നു. പക്ഷെ റോക്കറ്റ് ഇങ്ങനെയാണ് പോകുന്നത്, മെളിൽ മുകളിൽ കീപ്പോട്ടല്ല, പിന്നെ ഇങ്ങനെ പോകുമ്പോഴോ പോകുന്നത് കുത്തിച്ചാരി വെച്ചേക്കുന്ന പോലാണ് പോകുന്നത്. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റോക്കറ്റ് പ്രക്ഷേപണം അല്ല സാർ, വിക്ഷേപണം. എന്നാണുള്ളത്, നിർത്തണം. ഫ്ലൈറ്റ് വേണ്ട നമുക്ക് രാജ്യത്ത്. അതാണ് എന്റെ നിങ്ങൾ ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞതിനോട് വെറും മണ്ടത്തരം പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പറഞ്ഞതുമായിട്ട് മാറിപ്പോയി. ഇപ്പൊ നഗരപിതാവാന്ന് ആരാ പറഞ്ഞവൻ? നീ നഗരപിതാവല്ലടാ, നശിക്കാൻ വേണ്ടി ജനിച്ചവനാ നീ. ഞാൻ പറയണത് നിങ്ങൾ ആ റോക്കറ്റിൽ കയറ്റി നിങ്ങൾ ആദ്യം അങ്ങോട്ട് വിടണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ റോക്കറ്റ് വിമാനം ഒക്കെ നിർത്ത പ്ലീസ്. അല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീർന്നില്ല. അല്ല ചേട്ടാ പറഞ്ഞു തീർന്നില്ല. ഒരു കഷ്ടമാണെന്ന് പറയട്ടെ. വേസ്റ്റ് കണ്ട് ബുദ്ധിമുട്ടിയ ഒരാളുടെ പ്രശ്നങ്ങളും അത് പരിഹരിച്ച രീതിയും നമുക്കൊന്ന് കാണാം. എത്ര സുന്ദരം സുന്ദര കേരളം. നാണമില്ലാണ്ട് കൊണ്ടുവന്ന് ഇട്ടേക്കും എന്റെ കേരളം. ഇന്നും കൊണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ മാത്രം അത് കൊണ്ടിടാൻ. എല്ലാം മാന്യന്മാരുണ്ട്, മഞ്ഞയും ചുവപ്പും പച്ചയും കറുപ്പും. മലയാളത്തിലൊരു ബോർഡ് വെച്ച് ഇവിടെ ബോർഡിൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ എന്തൊരു കഷ്ടം നോക്കണേ. ഇവരൊക്കെ എന്തെങ്കിലും എൻ്റെ കയ്യിലങ്ങ് കിട്ടും. മാന്യന്മാരാ, രാവിലെ നടക്കാനും ഇറങ്ങണം മാന്യന്മാർ. എന്താ ഇവരെ പിടിക്കാന്ന ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുവരെ. ആരാണ്? ഓഹോ, നിങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആൾക്കാർ. ഒന്ന് ചെങ്ങായിമാരെ ഇത് കണ്ടൂടെ? ഇവിടെ ഇതൊന്നും ഇടരുത് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും ഓരോരുത്തരെ കൊണ്ടിടുക. മനസ്സിലായി എനിക്ക്? ഇതൊക്കെ മനസ്സിലാകാനുള്ള മലയാളം അറിയില്ലേ? നോക്കുക, അതൊക്കെ വാരി വിളിച്ച് എൻ്റെ വീടിന് മുമ്പിൽ അങ്ങോട്ട് കൊണ്ടിടുക. ഇവരെ അങ്ങോട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ എന്താ ഒരു ഐഡിയ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഭാഗത്തോ വിട്, കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ സ്വകാര്യം പറയുമെങ്കിലും ഒന്നും മലയാളത്തിൽ പറയിച്ചല്ലേ, കുറച്ച് മലയാളത്തിൽ. എന്താണ് ബംഗാളി ഐഡിയ ഒന്ന് പ്രയോഗിച്ചു നോക്കാം, കുഴപ്പമില്ല. പോയി ചാവൂ.
ഓ ചവറുകൾ ഇവിടെ ഇടുക. ഞാനങ്ങോട്ട് അനുസരിക്കാൻ പോവല്ലേ. ഇടരുതെന്നുള്ള ബോർഡുള്ള എവിടെയെന്ന് നോക്കട്ടെ, അവിടെ കൊണ്ടിടാം. എന്നാലും ഒരു രസവും അല്ല പിന്നെ. ചവറുകൾ ഇവിടെ ഇടുക. പിന്നെ സ്വന്തം തന്ത പറഞ്ഞിട്ട് കേൾക്കുന്നത്. എത്ര സുന്ദരം എൻ്റെ കേരളം, എത്ര സുന്ദരം. എൻ്റെ കേരളം. A Bengali idea can change our life.